നമസ്കാരം. പയ്യന്നൂർ എം.എൽ.എ. വി കുഞ്ഞികൃഷ്ണനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലിച്ച മുൻ ഡിവൈഎഫ്ഐ ജില്ലാ നേതാവിന്റെ ചെമ്മീൻ ഷെഡിന് തീയിട്ടതായി പരാതി. ഇദ്ദേഹം ചെമ്മീൻ കൃഷിയുടെ ഭാഗമായി നിർമ്മിച്ചിരുന്ന ഷെഡിനാണ് തീയിട്ടത്. മുൻ ഡിവൈഎഫ്ഐ ജില്ലാ നേതാവും CPM ബ്രാഞ്ച് അംഗവുമായിരുന്ന ടി പുരുഷോത്തമന്റെ ഷെഡിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ടി പുരുഷോത്തമന്റെ കാറിനും അക്രമികൾ തീയിട്ടിരുന്നു. വീടിന് നേരെയും അക്രമം നടത്തി. പയ്യന്നൂരിലെ മുൻ CPM നേതാവും പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ടി ഗോവിന്ദന്റെ അടുത്ത ബന്ധുവാണ് പുരുഷോത്തമൻ. ബുധനാഴ്ച രാത്രിയിലായിരുന്നു ആക്രമണമുണ്ടായത്. ചെമ്മീൻ കൃഷിക്ക് ആവശ്യമായ വല, പെട്ടി, തീറ്റ എന്നിവ സൂക്ഷിക്കുന്ന ഷെഡാണ് നശിപ്പിച്ചത്. ഇതിനു തൊട്ടടുത്താണ് കൃഷിയുള്ളത്. ഷെഡിന്റെ ഭൂരിഭാഗവും കത്തി നശിച്ച നിലയിലാണ്. ആക്രമണം നടത്തിയത് ആരാണെന്ന് വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ ദിവസം CPMനെതിരെ പുരുഷോത്തമൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പയ്യന്നൂർ മുൻ MLA TI മധുസൂദനൻ പ്രകോപനപരമായ പ്രതികരണങ്ങൾ നടത്തിയതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ തങ്ങൾക്കു നേരെയുണ്ടായ കൊലവിളികളിൽ പ്രതികരിച്ചാണ് പോസ്റ്റ് ഇട്ടതെന്ന് പുരുഷോത്തമൻ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം. കൂടാതെ ചെമ്മീൻ കൃഷിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദ്രാവകം ഒഴിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ കൃഷി നോക്കാനായി പുരുഷോത്തമൻ എത്തിയപ്പോഴായിരുന്നു സംഭവം അറിയുന്നത്. സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. മുൻപ് വീടിന്റെ ചില്ലടക്കം വാളുപയോഗിച്ച് തകർത്തിരുന്നതായും പുരുഷോത്തമൻ പറഞ്ഞു. മുൻ MLA മധുസൂദനന്റെ അറിവോടെയാണ് ആക്രമണം നടന്നതെന്നും ഇദ്ദേഹം ആരോപിച്ചു. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നേരത്തെ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച പ്രസന്നൻ എന്നയാളുടെ സ്കൂട്ടർ അഗ്നിക്കിരയാക്കിയിരുന്നു. വി കുഞ്ഞികൃഷ്ണന്റെ അഗ്രി ഫാമിലെ ഷെഡിനും തീ വച്ചിരുന്നു. ഈ കേസുകളിലെ പ്രതികളെ ഒന്നും പോലീസിന് ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഒരു അക്രമം കൂടി നടക്കുന്നത്. തുടർച്ചയായി അക്രമങ്ങൾ നടക്കുമ്പോൾ സ്ഥലം MLAയുടെ ജീവൻ പോലും അപകടത്തിലാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നവരുണ്ട്. അതേസമയം തെറ്റ് തിരുത്തിയാൽ കുഞ്ഞികൃഷ്ണന് പാർട്ടിയിലേക്ക് വരാമെന്ന് MV ജയരാജൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. താൻ ചെയ്ത തെറ്റ് എന്തെന്ന് കുഞ്ഞികൃഷ്ണനും ചോദിച്ചു. എന്തായാലും പയ്യന്നൂരിലെ ഫണ്ട് വിവാദത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് അകന്നുപോയ വി കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും CPMലേക്ക് സ്വാഗതം ചെയ്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ കഴിഞ്ഞ മാസമാണ് രംഗത്ത് വന്നത്. ഇരുവരും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ തിരുത്തിയാൽ പാർട്ടിയിലേക്ക് മടങ്ങി വരുന്നതിൽ യാതൊരു തടസ്സവുമില്ലെന്ന് ജയരാജൻ വ്യക്തമാക്കി. പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിച്ച് പുറത്തുപോയ MV രാഘവനെ പോലെയുള്ള മുതിർന്ന നേതാവിനെ അവസാന കാലത്ത് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നയപരമായ തെറ്റുകൾ പറ്റി എന്നു കരുതി ആരെയും ഒറ്റപ്പെടുത്തി മുന്നോട്ടു പോകില്ല. പയ്യന്നൂരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ വിജയിക്കുമായിരുന്നുവെന്ന് ജയരാജൻ പറഞ്ഞു.